ഹേ ഗായ്സ്, നമ്മൾ ഇന്ത്യക്കാരോട് ഇന്ത്യയിലെ നമ്പർ 1 കാർ ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ഒറ്റ സ്വരത്തിൽ തന്നെ ഉത്തരം പറയും, ഇറ്റ്സ് നൺ അതർ ദാൻ മാരുതി സുസുക്കി. എന്നാൽ എന്തുകൊണ്ട് 1983 വന്ന ഈ കമ്പനി ഇന്ന് 40 വർഷം പിന്നിട്ടിട്ടും ഇന്ത്യയിലെ നമ്പർ 1 കാർ കമ്പനി എന്ന് പറയുന്ന ആ ഒരു കിരീടം ചൂടി നിൽക്കുന്നു? എന്തുകൊണ്ട്? നമുക്കിന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, മാരുതി സുസുക്കിയുടെ കാറുകൾ വളരെയധികം ബജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, മാരുതി സുസുക്കിയുടെ ഓൾമോസ്റ്റ് എല്ലാ കാറുകളും ഒരു 12 ലക്ഷം രൂപയ്ക്ക് താഴെ വരുന്നതാണ്. ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാറുകളാണ് മാരുതി സുസുക്കി പുറത്തിറക്കുന്നത്. അത് മാത്രമല്ല, ഒരു സാധാരണ ഇന്ത്യൻ ഫാമിലിക്ക് ഉതകുന്ന രീതിയിലുള്ള കാറുകളാണ് അവർ പുറത്തിറക്കുന്നത്. രണ്ടാമത്തെ കാര്യം മൈലേജാണ്. മാരുതി സുസുക്കി ഒരു മൈലേജിൻ്റെ കിങ് തന്നെയാണെന്ന് പറയാൻ പറ്റും. മാരുതി സുസുക്കിയുടെ ഓൾമോസ്റ്റ് എല്ലാ കാറുകളിലും നല്ല രീതിയിൽ ഒരു 18 to 19 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് തന്നെ ലഭിക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ മൈലേജ് ഫോക്കസ് ചെയ്യുന്ന ഇന്ത്യൻ മാർക്കറ്റ് പോലെയൊരു മാർക്കറ്റിൽ ഇന്ത്യൻ കസ്റ്റമേഴ്സിന് മൈലേജ് ഒരു വലിയ ഫാക്ടറാണ്. ഈവൻ ദോ ടാറ്റയും മഹീന്ദ്രയും ഹ്യുണ്ടായും പോലെയുള്ള കാർ കമ്പനികൾക്ക് ഇതുവരെ അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈസി സർവീസ് ആൻഡ് സ്പെയർ പാർട്സ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഷോറൂംസും സർവീസ് സെൻറ്റേഴ്സും ഉള്ളത് മാരുതി സുസുക്കിക്കാണ്. ഈവൻ ദോ ഇന്ത്യയിലെ കാർ കമ്പനികളായിട്ടുള്ള ടാറ്റയും മഹീന്ദ്രയും പോലുള്ള കാർ കമ്പനികൾ ഉണ്ടായിട്ട് പോലും അത് മാത്രമല്ല, അവരുടെ പാർട്സ് ജനറലി വളരെയധികം അഫോർഡബിളും നല്ല ക്വാളിറ്റി ഉള്ളതുമാണ്. അറ്റ് ദ സെയിം ടൈം നമ്മളൊരു ഇന്ത്യൻ ബ്രാൻഡ് ഒരു ടാറ്റയോ മഹീന്ദ്രയോ വെച്ച് നോക്കുകയാണെങ്കിൽ, ഒരു കസ്റ്റമർ ടാറ്റയുടെ കാറും കൊണ്ട് അവരുടെ സർവീസ് സെൻറ്ററിൽ ചെല്ലുന്ന സമയത്ത് അവർക്ക് അതേ സമയത്ത് ഒരേ പാർട്സിന് തന്നെ വളരെയധികം കൂടിയ വിലയായിരിക്കും ടാറ്റ ഈടാക്കുന്നത്. അതുമാത്രമല്ല, അവരുടെ ലേബർ ചാർജ് വളരെയധികം എക്സ്പെൻസീവ് ആയിരിക്കും. ടാറ്റയുടെ മാത്രമല്ല മഹീന്ദ്രയുടെ കാറുകൾ മെയിൻറ്റെയിൻ ചെയ്യാനും. അവിടെയാണ് സുസുക്കി ടോപ്പ് പ്ലെയറായിട്ട് നിൽക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ അഞ്ചാമത്തെ എന്ന് പറയുന്നത് ട്രസ്റ്റ് ആൻഡ് സിംപ്ലിസിറ്റിയാണ്. കാരണം മാരുതി സുസുക്കി ഒരിക്കലും തങ്ങളൊരു വലിയ കമ്പനിയാണ്, തങ്ങൾ വലിയൊരു സംഭവമാണെന്ന് പറയാൻ നിൽക്കുന്നില്ല. മാരുതി സുസുക്കി സിമ്പിളായിട്ടുള്ളൊരു കാര്യങ്ങൾ, അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ എന്താണോ വേണ്ടത്, ഇന്ത്യക്കാർക്ക് എന്താണോ വേണ്ടത് അതാണ്. മൈലേജ് കൂടുതൽ വേണം, മെയിൻ്റനൻസ് കുറവായിരിക്കണം, അതുമാത്രമല്ല വളരെ എക്സ്പെൻസീവ് ആയിരിക്കരുത്, കാർ എക്സ്പെൻസീവ് ആയിരിക്കരുത്, അവരുടെ മെയിൻ്റനൻസും എക്സ്പെൻസീവ് ആയിരിക്കരുത്, അഫോർഡബിൾ റേഞ്ചിൽ കിട്ടണം. സോ അതാണ് മാരുതി സുസുക്കിയുടെ കാറുകൾ കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് വളരെയധികം പ്രിയപ്പെട്ട കാറുകളായിട്ട് അവർ ഈ 40 വർഷവും ഇന്ത്യയിലെ നമ്പർ 1 കാർ കമ്പനിയായിട്ട് തുടരുന്നു. സോ ഗൈസ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക.